ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സംസാരിക്കാം അല്ലേ. അപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്, സ്ത്രീകളെക്കുറിച്ച്, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് കുടുംബങ്ങൾ, അപ്പോൾ ഞാൻ കുടുംബത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സ്ത്രീകളെക്കുറിച്ച്, അത് വിവാഹിതരായ സ്ത്രീകളെക്കുറിച്ച്. അപ്പോൾ നമ്മൾക്ക് ചുറ്റും കാണുന്ന കുടുംബങ്ങളിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണും, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ളവരാകാം, നമ്മൾ ഒരു പക്ഷേ കോമൺ പ്ലേസസ്, സിനിമ തിയേറ്റർ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, പിന്നെ എന്താ പറയുക, പാർക്കിൽ, ബീച്ചിലൊക്കെ കാണുന്ന ദമ്പതികൾ അല്ലെങ്കിൽ കുടുംബം ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയും, അവരെന്ത് ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ, നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു എന്ന് പറയില്ലേ, നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും നമുക്ക്. പക്ഷേ ഇതെല്ലാം സത്യമാണോ, അവരത്രത്തോളം ഹാപ്പിയാണോ, അത് നമുക്കറിയാൻ പറ്റില്ല. കാഴ്ചകൾ കൊണ്ടൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപാട് ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അവർ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോടെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഹാപ്പിയാണോ? ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യമാണ്. അപ്പോൾ ജീവിതത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവർ ആ ജീവിതത്തിൽ തൃപ്തരാണെങ്കിൽ അവർ ജീവിതത്തെ സ്നേഹിക്കും. അതായത് ആ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർക്ക് ഉറ്റുനോക്കാനുണ്ടെങ്കിൽ അവർ ജീവിതത്തെ സ്നേഹിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനുണ്ട്, നമ്മൾ അതിങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ. അതേസമയം ഒന്നും പ്രതീക്ഷയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോയാൽ മതി, എന്താ ജീവിതം എന്ന് തോന്നാം. പിന്നെ മൂന്നാമതൊരു കാറ്റഗറിക്കാണെങ്കിൽ എന്താ സംഭവിക്കുക, ജീവിതം മടുത്തു, ഒന്നും ഉറ്റുനോക്കാനില്ല, ദിസ് ഇസ് ദ എൻഡ്, എൻ്റെ ജീവിതം ഇതാണ്, തീർന്നു, എനിക്ക് മടുത്തു, ജീവിതം മടുത്തു, എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ ജീവിക്കേണ്ട എന്ന് തോന്നുന്നൊരു സ്റ്റേജ്. അങ്ങനെ വരുമ്പോഴാണ് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ജീവിതത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്, എന്തിനാ ഇത്രയും കഠിനമായ വേദന സഹിച്ച് മുന്നോട്ട് പോകുന്നത്, മാനസികമായ ഒരു സന്തോഷമില്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ജീവിതത്തിനോട് തൃപ്തി കുറവുണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സിലേക്ക് ചിന്തിക്കുന്നു, അങ്ങനെ പല പല ഇഷ്യൂസിലേക്ക് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ലേഡീസിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുന്നേ ഒരു ലൈഫുണ്ട്, അതായത് അച്ഛനമ്മമാരോടൊപ്പമുള്ള ജീവിതം. അവിടെ അവർ ഒരുപാട് പ്രോത്സാഹനവും സ്നേഹവും പരിഗണനയും ഒക്കെ ആസ്വദിച്ച് ജീവിച്ചൊരു കാലഘട്ടമാണ്. അച്ഛനമ്മമാർ ഈ കുട്ടികളുടെ ടാലൻസൊക്കെ നല്ല കഴിവുള്ള പെൺകുട്ടികളായിരിക്കും. അപ്പോൾ അവരെല്ലാം പാട്ട്, നൃത്തം, പിന്നെന്താ പറയുക, എലക്യൂഷൻ, അതായത് പ്രസംഗം, കഥാപ്രസംഗം, പിന്നെന്താ എഴുത്ത്, വായന, പടം വരയ്ക്കുക, ചിത്രം വരയ്ക്കുക, പിന്നെ നൃത്തം, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും, പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും. അപ്പോൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച് അച്ഛനമ്മമാർ ഏറ്റവും നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്നതായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ വിവാഹശേഷം അതുപോലെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും. അവരുടെ കഴിവുകളെല്ലാം അതുപോലെ എക്സിബിറ്റ് ചെയ്യാനും പ്രദർശിപ്പിക്കാനും അതിനുള്ള പ്രോത്സാഹനം ലൈഫ് പാർട്ട്ണറിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. അതാണ് ഒരു കാര്യം. ആ വീട്ടമ്മയ്ക്ക് ചിലപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശകളുണ്ടാവും. ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് വരുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതും നിരാശയ്ക്ക് കാരണമാകും. അതേസമയം ചിലപ്പോൾ വീടുകളിൽ അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കുമ്പോൾ അത്രയും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാത്ത ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില പേരൻസും ഉണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾക്കും അവരാഗ്രഹിക്കുന്നത് വിവാഹശേഷമെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയാൽ, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് വരുന്നവരും ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്കും വന്നു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ എന്താ, നിരാശ തന്നെയല്ലേ. അപ്പോൾ അതും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവിച്ചു വരുന്ന ഒരുപാട് വീട്ടമ്മമാർ ജീവിതത്തിന് രക്ഷപ്പെടാൻ മാർഗമില്ല, വേറെ ഒരു നിവൃത്തിയുമില്ല, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഇൻകം ഇല്ല, അവർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ഹസ്ബൻഡ്, അവർക്ക് വരുമാന മാർഗമില്ല, അവരൊന്നും സമ്പാദിക്കുന്നില്ല, അവർക്കൊരു സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല, അവരിങ്ങനെ ഒരു പെട്ട് കിടക്കുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരും ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ മനസ്സിൽ 3 സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റായിട്ട് 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ അത് അവരുടെ കുടുംബം തന്നെയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, കുട്ടികൾ, പിന്നെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്ന് വരുന്ന ഒരു കുടുംബം. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രയോറിറ്റി. രണ്ടാമത്തെ ഒരു സ്പേസിലിരിക്കുന്നത് അവരുടെ പ്രൊഫഷനാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥയായിരിക്കാം, ഒരു ജോലി, ഒരു പ്രൊഫഷണലായിരിക്കാം. അതേസമയം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളും ഉദ്യോഗസ്ഥ തന്നെയാണ്. ഒരു വീട്ടമ്മയെ നമ്മൾ ഉദ്യോഗസ്ഥയായിട്ട് തന്നെ കണ്ടാൽ മതി. വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, ചോറും കറിയും വെക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് പോകുന്ന, ഇപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ അത് ചെയ്യാം, മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കാം, ഷോപ്പിങ്ങിന് പോകണം, വീട് വൃത്തിയാക്കണം, അങ്ങനെ ഒരുപാട് ജോലിയുണ്ടല്ലോ. ഒരു ഓഫീസിൽ പോയി ചെയ്യുന്നതിനെക്കാട്ടി ഇരട്ടി ജോലിയുണ്ട് വീട്ടിൽ. പിന്നെ ഇത് രണ്ടും കൂടെ അറ്റ് എ ടൈം ചെയ്യുന്ന സ്ത്രീകളും ധാരാളമായിട്ടുണ്ട്, വീട്ടമ്മമാർ. അതായത് വീട്ടിനകത്തുള്ള ജോലിയും ചെയ്യണം, ഓഫീസ് വർക്കും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട്. അപ്പോൾ രണ്ടാമത്തെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യം അതാണ്. ഈ 2 കമ്പാർട്ട്മെൻറ്റ് മാത്രമേ സ്ത്രീകൾക്കുള്ളൂ എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പക്ഷേ മൂന്നാമതൊരു കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അതാണ് അവരുടെ സ്ഥലം.
ആ സ്പേസിൽ, ആ കമ്പാർട്ട്മെൻറ്റിൽ അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? അവരുടെ സ്വകാര്യ സ്വപ്നങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഹോബീസ്, അവരുടെ പാഷൻ, ഇതെല്ലാം അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ മൂന്നാമത്തെ സ്പേസിലാണ് അവർ നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ, ഭർത്താവ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കാണുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്, ആ 2 സ്പേസിലുള്ള. ഓക്കെ, അതിൽ ഒരു സ്ഥലത്ത് അവർ കാണുന്ന കുടുംബം, ഷീ ഈസ് ഹാപ്പി. നമ്മളൊരു കുടുംബം എല്ലാവരും ഇല്ലേ, ഇവിടെ എന്താ അവൾക്ക് എന്താണ് ഒരു കുറവ്? അവൾക്ക് ഞാൻ എല്ലാം വാങ്ങി കൊടുക്കുന്നില്ലേ, ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കുന്നില്ലേ, ഞാൻ പുറത്ത് ഔട്ടിങ്ങിന് കൊണ്ടുപോകണില്ലേ, ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകണില്ലേ, ഞാൻ ടൂറ് കൊണ്ടുപോകുന്നില്ലേ, എല്ലാം ചെയ്യുന്നില്ലേ, എന്താ ഒരു കുറവ് എന്ന് തോന്നാം. സ്നേഹം കൊണ്ട് ഞാൻ അവളെ മൂടി പൊതിയുന്നില്ലേ. ഓക്കെ, രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ കുടുംബകാര്യങ്ങൾ. അവൾക്ക് ജോലിക്ക് പോകാമല്ലോ, പ്രൊഫഷണലായിട്ട് ഷീ ഈസ് എ പ്രൊഫഷണൽ, അവൾക്ക് ജോലിക്ക് പോകാം, അവൾക്ക് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അടുക്കളയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും കൂടെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ ഭർത്താവിന് തോന്നാം. കുട്ടികളെ നോക്കുന്ന കാര്യത്തിലൊക്കെ അവൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ, ഹാപ്പി ആയിക്കൂടെ? ഈ 2 കാര്യങ്ങളാണല്ലോ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ ആ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്പേസിനെ കുറിച്ച് ആരുമേ ഒന്നും പറയുന്നില്ല, ആരും ഓർക്കുന്നുമില്ല. പക്ഷെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒരു ആവശ്യകതയുമുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിലാണ് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ വീട്ടമ്മയുടെ എല്ലാ സ്വകാര്യതയും ഇരിക്കുന്നത്. ആ സ്വകാര്യമായി സ്വയം, അതാണ് ഞാൻ മീ ടൈം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ആ ഒരു സ്വകാര്യതയാണ് അവരുടെ പ്രധാനപ്പെട്ട ഏരിയ. അവിടെയാണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കുറേ പാഷൻസ് ഉണ്ടാകാം. അവർക്കിപ്പോൾ എന്താണ് ആഗ്രഹം എന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അവർ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായി. ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം പണ്ട്, ബിഫോർ മാരേജ്. അപ്പോൾ അവിടെ അവർക്കൊരു നൃത്ത അധ്യാപികയാകണമെന്ന് തോന്നാം, അല്ലെങ്കിൽ അവർക്കൊരു സ്കൂൾ ഓഫ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാകാം, അതല്ലെങ്കിൽ അവർക്ക് വീണ്ടും നൃത്തം പഠിക്കാൻ പോകണം എന്നാകാം, അല്ലെങ്കിൽ നൃത്തം പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹമാകാം. അതായിരിക്കും ആ സ്വകാര്യ സ്ഥലത്ത് അവർ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹം, ആ 3rd കമ്പാർട്ട്മെൻറ്റിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പക്ഷേ അതായിരിക്കാം. അതല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ഒരു അഭിനയമോഹമായിരിക്കാം. അവർ നല്ല ആക്ട് ചെയ്തിട്ട് ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ സ്കൂൾ ലെവലിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയ ഒരാളായിരിക്കാം. അത് പെർസ്യൂ ചെയ്യണമെന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അപ്പോൾ അതൊരു ടെലിവിഷൻ കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു മിടുക്കരായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് ആ ലെവലിലേക്ക് മുന്നോട്ട് വരണം എന്നായിരിക്കും ആഗ്രഹിക്കുക. അതല്ലെങ്കിൽ പാട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു പാട്ടുകാരിയായി മാറണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവാം. ചിലപ്പോൾ കൂടുതൽ പാട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമാകാം. അതല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് ഏതെങ്കിലും വേദികളിൽ പാടാനൊരു അവസരം കിട്ടണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ മാറി മാറി ആഗ്രഹങ്ങൾ പലതും ആകാം. അപ്പം ഞാനായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ പറയാം, പാചകം ചെയ്യുന്നത്, പാചകത്തിൻ്റെ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നതായിരിക്കാം എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പറയുന്ന പോലെ. അപ്പം നിങ്ങളിൽ പലർക്കും ആഗ്രഹം ഉണ്ടാവാം. ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. പാചകത്തിൻ്റെ ഒരു സ്കൂൾ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു കോളേജ് പാചകം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണം എന്നായിരിക്കും ആഗ്രഹം. എന്തും ആകാമല്ലോ. ആഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് ഒരിക്കലും കടിഞ്ഞാണിടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഒരു പാഷൻ അനുസരിച്ച് പല കാര്യങ്ങളും ആലോചിക്കുക. ചിലർക്ക് തോന്നും നല്ലൊരു ഡിസൈനർ, അത് മനസ്സിലെ സ്വപ്നമായിരിക്കാം, ഒരു ഡിസൈനറായി മാറണം, ഒരു ബൊട്ടീക്ക് തുടങ്ങണം, അങ്ങനെ ആഗ്രഹിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകാം. ആ ഒരു 3rd സ്പേസിലാണത് വരുന്നത്. അപ്പോൾ ഇതൊന്നും ആരും കാണില്ല ചിലപ്പോൾ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ചിലപ്പോൾ അത് കാണില്ല, അത് ഓവർലുക്ക് ചെയ്യും. അവർ നോക്കുമ്പോൾ മറ്റ് 2 സ്പേസും ഫുള്ളാണ്. വീട്ടമ്മയുടെ കുടുംബം, പ്രൊഫഷൻ, വീട്ടുകാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പുള്ളി ആവശ്യത്തിനുള്ള സന്തോഷവും എന്താ പറയുക കരുതലും കൊടുക്കുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുപോകണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ അവിടെ എവിടെയോ ഒരു നിരാശാബോധം പിന്നെയും ആ വീട്ടമ്മയിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അത് ഇത്രയേ ഉള്ളൂ. ആ 3rd സ്പേസ് അൺഫിൽഡായിട്ട് കിടന്നാൽ. അതേസമയം ആ മൂന്നാമത്തെ സ്ഥലം ആ ഭർത്താവ് ഐഡൻറ്റിഫൈ ചെയ്താൽ, ആ മൂന്നാമത്തെ സ്പേസ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്താൽ ആ വീട്ടമ്മയ്ക്ക് എന്തായിരിക്കും സന്തോഷം? ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഷീൽ ബി വെരി ഹാപ്പി. ഒരിക്കലും ഡിപ്രസ്ഡ് ആവില്ല. ജീവിതത്തിനെ ഉറ്റുനോക്കാനുള്ള കാര്യങ്ങളുണ്ട്. അവർ സ്വയം വളരാനും കുറച്ചുകൂടെ എന്താ പറയുക വളർന്ന് മിടുക്കിയായിട്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനും ആ സ്പേസ് കൊണ്ട് അവർക്ക് സാധിച്ചാൽ, അതിനുള്ള പ്രോത്സാഹനം ആ വീട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിരാശാബോധവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ്? അത് വീട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഓരോ വീട്ടമ്മയ്ക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ട്. അത് ചെറിയ സ്വപ്നമാകാം, വലിയ സ്വപ്നമാകാം, അതെന്തും ആയിക്കോട്ടെ. അതെന്താണെന്ന് തീർച്ചയായിട്ടും വീട്ടമ്മമാർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. സ്വന്തമായിട്ടും ചിലപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ കിടക്കുന്നുണ്ടാകും. അതാണ് വേറൊരു പ്രശ്നം. ഇതിപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ അത് അടഞ്ഞു കിടക്കുന്ന ഒരു അധ്യായമായിട്ട് കിടക്കുകയായിരിക്കും ചിലപ്പോൾ. അതാരും കണ്ടിട്ടുണ്ടാവില്ല. ഉള്ളിൽ ഒരു പക്ഷേ ആ വീട്ടമ്മ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എവിടെയോ ഒരു നിരാശാബോധം ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ സ്വയം മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ.
നമ്മൾക്ക് ഇങ്ങനൊരു എന്തെങ്കിലും ഒരു പാഷൻ എവിടെ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന വാതിലിനുള്ളിൽ നമ്മുടെ ആ തേർഡ് കമ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് നമ്മളുടെ പാർട്ട്ണറുമായി ഷെയർ ചെയ്യണം. അതിനുള്ള പ്രോത്സാഹനം അവിടെ നിന്ന് തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നിങ്ങൾ അതിൻ്റേതായ രീതിയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, ഇനി ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിൽ അത് കാലക്രമേണ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നടന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശാബോധത്തിൽ പോകരുത്. അതിന് സമയമെടുത്താണെങ്കിലും പതുക്കെ ആണെങ്കിലും അത് നടക്കും. ഏത് കാര്യവും നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മളറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ അത്രത്തോളം നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് ആഗ്രഹിച്ചാൽ അത് നടന്നു കിട്ടും എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും വഴക്കിൻ്റെ ഭാഷയിലല്ല വേണ്ടത്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മളത് മുന്നോട്ട് എങ്ങനെയെങ്കിലും അത് ശ്രമിച്ച് നേടിയെടുക്കാൻ സാധിക്കണം. അത് പതുക്കെ മതി, ധൃതി വെക്കണ്ട. പക്ഷെ നിരാശ പാടില്ല. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിതത്തെ ഉറ്റുനോക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും കൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ട് പൂർത്തിയാകാതെ കിടക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളും പാഷനും എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. നിങ്ങളുടെ കഴിവ് എവിടെയാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ടാകും. ആ ടാലൻ്റ് ഏതാണെന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ചിലപ്പോൾ അത് എന്തും ആകാം. അതൊരു ഗാർഡനിങ് ആകാം, ഒരു ക്രാഫ്റ്റ് വർക്ക് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ജസ്റ്റ് ഐഡൻറ്റിഫൈ ഇറ്റ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക. ഓക്കെ, അതിന് സപ്പോർട്ട് സിസ്റ്റം വീട്ടിൽ നിന്ന് കിട്ടാനായിട്ട് മാക്സിമം നല്ല രീതിയിൽ പരിശ്രമിക്കുക. ഒരിക്കലും നിരാശാബോധം വേണ്ട, നടക്കില്ല എന്നൊരിക്കലും വിചാരിക്കുക. ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടോടു കൂടിയാണ് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.